കെൽട്രോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ ക്യാമറ അയപ്പിക്കാൻ പാടില്ല. അഴിമതിയുടെ കൂത്തരങ്ങാണ്. ഡീലേഴ്സാണ്, അല്ല അവര് മാനുഫാക്ചർ അല്ല, അവര് ഇതാണ് ബ്രോക്കേഴ്സാണ്, കൈക്കൂലിയുടെ ബ്രോക്കർമാരാണ്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം വീണ്ടും നമ്മുടെ മുൻ IPS ഉദ്യോഗസ്ഥൻ ഗോപാൽ കൃഷ്ണൻ IPS റിട്ടയർഡ് നമ്മോടൊപ്പമുണ്ട്. ഈ ടിപ്പർ ഡ്രൈവർമാർക്കും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാർക്കും പിന്നെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളാണ്. ട്രാഫിക് പോലീസും എല്ലാം ശ്രദ്ധിക്കേണ്ട മേഖലകളാണ് ഞാൻ ഈ പറഞ്ഞത്. സ്കൂൾ ബസ് ഡ്രൈവേഴ്സ്, ടിപ്പർ ലോറീസ്, പിന്നെ ഭയങ്കര 12 വീലോ 18 വീലോ ഉള്ള വലിയ ലോറീസ് ഉണ്ട്. കറക്റ്റ്, ടോറസ്. പിന്നെ ഈ കോൺക്രീറ്റ് മിക്സ്ചർ കൊണ്ടുപോകുന്ന നമുക്ക് ഈ സമയത്താണ് പോകുന്നത്. അതെ, നമുക്ക് പിന്നെ രാജേഷേ ഈ ടു ലൈനേ ഉള്ളൂ പലയിടത്തും. ഇപ്പോൾ വട്ടിയൂർക്കാവ് ആ ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. അവിടെ എത്ര സ്കൂളുണ്ടെന്നറിയാം. സിംഗിൾ ലൈനാണ് ഞാൻ ഉദ്ദേശിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രേ ഉള്ളൂ. 2 ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. സിംഗിൾ ലൈൻ, സെപ്പറേറ്റഡ് അല്ല, ഒറ്റ വഴിയാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പോലീസിൻ്റെ ബ്രദർ ഓഫീസേഴ്സാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് വിചാരിച്ചാൽ ഇത് സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. 8 മണി തൊട്ട് 11 മണി വരെയും പിന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും ടിപ്പർ ലോറി പോകാൻ പാടില്ല എന്ന് DGPയുടെ മറ്റേ സർക്കുലറുണ്ട്, പണ്ടേ ഉണ്ട്. ഹൂ കേഴ്സ്? അതെ, ഇപ്പം അത് കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും വർഷം പോലീസ് ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് അത് എവിടെ നിന്നാണ് ഈ പോലീസ് നിസ്സഹായ അവസ്ഥയിൽ വരുന്നത്, എൻഫോഴ്സ്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതായത് രാജേഷിനും എനിക്കും അറിയാമായിരിക്കും, നമ്മൾ പേര് പറയുന്നില്ല. ഇവിടുത്തെ ടോപ്പ് ഒരു കോൺഗ്രസ് നേതാവ്, ഇപ്പം അല്ല, ആയിരുന്നു, ഇപ്പം ടോപ്പ് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ഒരു ടോപ്പ് CPMൻ്റെ ലീഡറും കൂടെ ഒരുമിച്ച് ക്വാറി പിടിച്ചതും അതെനിക്കൊന്നും അറിയാം. അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും. അപ്പം അത് ക്വാറി കല്ല് തലയിൽ വെച്ചോണ്ട് പോകാൻ പറ്റില്ല. അപ്പം അവരുടെ ലോറി, അവരുടെ ബിസിനസ്സാണത്. അപ്പം ഈ ടോപ്പ് കോൺഗ്രസ് ലീഡറായിരുന്നു തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പോലീസ് ഓഫീസർമാരെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാരെയും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. അതുപോലെ തന്നെ CPMൻ്റെ ലീഡർ അദ്ദേഹവും ആണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻസ് ഇടപെടുമ്പം പാവപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, പിള്ളേരെ വളർത്താനല്ലേ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ജോലി ചെയ്യുന്ന പോലീസുകാരനെ പോലെ, നിങ്ങൾ പിന്നെ വയനാട് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇടുക്കിയിൽ അവിടെ വാഹനങ്ങളില്ലല്ലോ, പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ പേടിച്ചു. പോലീസ് ഫൈറ്റ് ചെയ്യുന്ന പോലെയൊന്നും ചെയ്യില്ല, അതിനുള്ള ഗട്ട്സ് അവർക്കില്ല. വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവരും പോലീസും കൂടെ കോർഡിനേറ്റ് ചെയ്ത്, അത് മാത്രമല്ല ഇപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ, എക്സലൻറ്റ്, സബ്ലൈം ടൈപ്പിലുള്ള ഒരു ഓഫീസറാണ് നാഗരാജ്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളവിടെ വന്നിട്ട് പോലും ഒന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. ഞാൻ അതിലൊരു കാര്യം പറയാം. ഞാനിപ്പം എൻ്റെ ഒരു ട്രിവാൻഡ്രത്ത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു യാത്രാ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ നമ്മുടെ മെയ് ലാസ്റ്റായിരുന്നു, സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വീക്ക്. അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന വെഹിക്കിൾ RTOമാർക്കും ജോയിൻ്റ് RTOമാർക്കൊക്കെ മൊബൈലിൽ മെസ്സേജ് വരികയാണ്. സൺഡേ ഈവനിങ് ആണ്, പടപറ മെസ്സേജ് വരുന്നു. അപ്പോൾ അവർ നോക്കിയിട്ട് അവരെല്ലാം പറയുകയാണ് TC, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അതായത് പെൻഡിങ് സ്കൂൾ വെഹിക്കിൾസിൻ്റെ ഫിറ്റ്നസ് പെൻഡിങ് ആയിട്ടുള്ളത്, ഏതൊക്കെ സ്കൂളുകളുടെ ബസ്സിനൊക്കെ വാനിനൊക്കെ ഫിറ്റ്നസ് പെൻഡിങ് ഉണ്ടോ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ഒരാഴ്ച, നമുക്ക് ഇനി അധികം ദിവസമില്ല. അങ്ങനെ പുള്ളി ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സൺഡേ വർക്കഹോളിക്കായിട്ട് ചെയ്യുന്നു അദ്ദേഹം. പക്ഷേ അപ്പോൾ അങ്ങനെ അവർ അതായത് ഒരു സ്കൂൾ വാഹനത്തിൽ നിന്ന് അപകടം ഉണ്ടാകരുത്. അപ്പോൾ അവർ ആ സ്കൂൾ വാഹനത്തിൻ്റെ പിന്നാലെ മോണിറ്റർ ചെയ്യുന്നു. വെഹിക്കിൾ അതത് MPമാരൊക്കെ പുറകെ പോകുന്നു. പക്ഷെ അവരവിടെ മറന്നുപോയൊരു സംഭവം പോലീസ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ്. അവർക്കും ഉത്തരവാദിത്തമുള്ളതാണ് ഈ ടിപ്പർ ലോറികളുടെ ഈ റാഷ് ഡ്രൈവിങ് ഈ സ്കൂൾ ടൈമിൽ
ബാൻ ചെയ്യുക എന്നുള്ളത്. അവിടെ എനിക്കൊന്നൊരു ഫെയിൽ പറ്റിപ്പോയി. അത് കൊളോസൽ ഫെയിലിയറാണ്. സിസ്റ്റം തന്നെ ഫെയിലായിപ്പോയി. ഈ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പം ഞാനിവിടുത്തെ കമ്മീഷണർ, എനിക്കിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, ഞാനിവിടുത്തെ കമ്മീഷണർ എന്ന് എന്നെ പോസ്റ്റ് ചെയ്താൽ ഞാൻ എസ് ഐ അടുത്തും സി എം അടുത്തും DYSP അടുത്തും പറയും, നമുക്ക് ആഴ്ചയിൽ 7 ദിവസം ഉള്ളതിൽ ഞായറാഴ്ച ഒഴിച്ച്, ഞായറാഴ്ച പൊതുവെ വാഹനങ്ങൾ കുറവായിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം സ്കൂളും എല്ലാം ഉള്ളതാണ്. ഓരോ ദിവസം ഏതെങ്കിലും ഒരു ടൈം സെലക്ട് ചെയ്ത് ഇന്ന് ടിപ്പർ ലോറി മാത്രം അവരുടെ പുറകെ പോവുക. അത് രഹസ്യമായിരിക്കണം, കോഡൊക്കെ വെച്ച് അത് അറിയുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. നാളെ സ്കൂൾ ബസ് ചെക്ക് ചെയ്യാൻ വെള്ളമടിച്ചിട്ട് സ്കൂൾ ബസ് ഡ്രൈവർമാരുണ്ട്, അവരെ ഒന്ന് റഡാറിലാക്കണം. അത് അവർ വലിയ ഒരുപാട് സ്കൂൾ ബസ്സുണ്ട്, ഒരുപാട് നിരവധി, ഒരു സ്കൂളിന് 30-40 ബസ്സൊക്കെ ഉണ്ട്. അപ്പം ഈ സിംഗിൾ ലൈൻ ആഷ് പറഞ്ഞാൽ സിംഗിൾ ലൈനിലല്ലേ ഇറങ്ങുന്നത്, അതിൻ്റെ കൂടെ പിന്നെ ടിപ്പർ ലോറി മറ്റൊന്ന് മറിച്ച്. അപ്പോൾ ഒരു ദിവസം സ്കൂൾ ബസ് ചെക്ക് ചെയ്യുക, ഒരു ദിവസം ടിപ്പർ ലോറി സ്കിപ്പ് ചെയ്യുക, ഒരു ദിവസം നമ്പർ പ്ലേറ്റ്, ഒറ്റ ടിപ്പർ ലോറിയുടെ ബാക്കിലെ നമ്പർ പ്ലേറ്റ് ശരിയല്ല, കറക്റ്റ് അല്ല. അത് മനഃപൂർവ്വം സൈഡ് മിററും മിററല്ല, ഒന്നുമില്ല. അവന്മാരെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ TC വളരെ സ്ട്രിക്റ്റാണ്. നമ്മുടെ പോലീസ് ഓഫീസറാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ഈ പാവപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കൊന്നും പലതും ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്ത് കളയും. അതിൽ TC പിന്നെ ലീവ് എടുത്ത് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നാൾ കൂടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു TC വന്നത്. അതവിടെ നിൽക്കട്ടെ, അവർക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ്, പോലീസിൻ്റെ അത്ര ലാർജ് സ്കെയിലിൽ ചെയ്യാൻ പറ്റില്ല. ഈ പോലീസ് ഓഫീസർമാർ ഇപ്പം ഞാൻ മഫ്റ്റിയിൽ അല്ല, ഞാൻ പോലീസ് വണ്ടി ഞാൻ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമായിരുന്നു, ലൈറ്റൊന്നും ഇടാതെ. ചിലപ്പം അല്ല ഈ ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് പ്രൈവറ്റ് വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ അപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് എന്തെന്നൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. പല ജംഗ്ഷനുകളിലും പിന്നെ ഈ വാർഡനാണ് നിൽക്കുന്നത്, ഹോം ഗാർഡും വാർഡനും. അല്ലാതെ പോലീസില്ല. അല്ല പോലീസൊക്കെ ഉണ്ട്. ഇപ്പൊ നിൽക്കുന്നവരെന്നറിയോ, മന്ത്രിമാരുടെ വീട്ടിന്റെ മുന്നിലെ വളവുകൾ, വെള്ളയമ്പലം വഴുതയ്ക്കാട് തെറ്റാണ്. അത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. അവരെ DGP ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഹോം ഗാർഡ്സിന്. പിന്നെ ഒരു കാര്യം, ഈ ഹോം ഗാർഡ്സ് കാക്കി ഇട്ടിട്ടുണ്ട്. രാജേഷിന് അറിയാമായിരിക്കും, ഇപ്പം പ്രശാന്തിന് അറിയാമായിരിക്കും. പക്ഷെ മിക്ക സാധാരണക്കാർക്കും ഈ രണ്ടുപേരും കാക്കിയാണ്, പോലീസും കാക്കിയാണ്. അപ്പോൾ സ്റ്റാർ നോക്കി വേണം. ഇല്ല, സ്റ്റാർ കാണില്ല. കോൺസ്റ്റബിൾ അല്ല, നമ്മൾ കോൺസ്റ്റബിൾ ആണെങ്കിൽ കോൺസ്റ്റബിളിന്റെ ഒരു ഇത് കാണും. ഇല്ല, KP കാണുള്ളൂ. അത് രാജേഷ് ആയതുകൊണ്ടാണ് നോക്കുന്നത്. എല്ലാവർക്കും അതില്ല, നോക്കുമ്പോൾ രണ്ടും കാക്കിയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, പോലീസ് ഈ ഹോം ഗാർഡ്സിൻ്റെ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, പോലീസ് ഓഫീസറുടെ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഞാൻ സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് സീനിയർ സിവിൽ അല്ലെങ്കിൽ ASI, ഗ്രേഡ് ASO, ഗ്രേഡ് SIO ഓർ ഒറിജിനൽ SIO ഇല്ലാതെ അവർ വർക്ക് ചെയ്യാൻ പാടില്ല. ഈ ഗാർഡ് പോലീസ് ഓഫീസറുടെ പ്രസൻസിൽ ഇവർക്ക് വേണമെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. അത്ര തന്നെ, വേറെ ഒന്നും ജംഗ്ഷൻ അവരെ അത് അവർ ഈ പിന്നെ നമുക്ക് സംശയാസ്പദമാണ്. ഇവരുമായിട്ടൊക്കെ ചേർന്ന് ഈ അൺബിക്കമിങ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകാം. ഈ കർണാടകത്തിൽ 2026 അവിടുത്തെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി DGPക്ക് എഴുതി ഇവന്മാർ പൈസ വാങ്ങിക്കാൻ തുടങ്ങി. ഈ ഹോം ഗാർഡ്സ് അവരാണ് കംപ്ലീറ്റ് ചെക്കിങ് റെക്കോർഡ്സ് നോക്കുന്നത്. ഒരു സ്ട്രോങ് ലെറ്റർ എഴുതിയിട്ടുണ്ട്, അത് ഞാനത് വായിച്ചതാണ്. ഇവിടെ പക്ഷെ ആ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇല്ല, അതില്ല, ആ ഒരു എലിഗേഷൻ ഇല്ല. പക്ഷെ നമ്മുടെ പോലീസുകാരില്ല. ഈ വേറൊരു കാര്യം, ഇവർക്ക് ഒരാഴ്ചത്തെ ട്രെയിനിങ് ആണ് ഹോം ഗാർഡ്സിന്. നമ്മുടെ പോലീസുകാരനെന്ന് പറഞ്ഞാൽ 1 വർഷത്തെ ട്രെയിനിങ് ആണ് എല്ലാം കൂടെ. പിന്നെ അയാൾ കോൺസ്റ്റബിളാണ് അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറാണ്. അയാൾക്ക് സന്നദ്ധുണ്ട്. സന്നദ്ധം എന്ന് പറഞ്ഞൊരു ഓത്തറൈസേഷനാണ്. DGPക്ക് പോലും സന്നദ്ധുണ്ട്. ഞാൻ DGP ആണ്, ഞാൻ IPS ആണെന്ന് പറഞ്ഞാൽ പറ്റില്ല. ആരെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, കോടതി ചലഞ്ച് കഴിഞ്ഞാൽ വിട്ടില്ലാവും. അത് ജേക്കബ് പുന്നൂസ് സാർ DGP ആയിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ AIG ആണ്. എന്നെയാണ് ഏൽപ്പിച്ചത്. എല്ലാവർക്കും, ജേക്കബ് പുന്നൂസ് സാർ അടക്കം, AIG അടക്കം, SI SP എല്ലാവർക്കും സന്നദ്ധ ഇഷ്യൂ ചെയ്തു. ആ സന്നദ്ധ ഈ ഹോം ഗാർഡ്സിനില്ല. അപ്പോൾ ഹോം ഗാർഡ്സിന് അവർ കോൺട്രാക്ച്വൽ ലേബറാണ്. അവർക്ക് ദേ ആർ നോട്ട് പോലീസ്. They cease to be police officers. They should assist
സിവിൽ പോലീസ് ഓഫീസർ ഓർ SI, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാൻഡ് ഓർഡർ വരെ നടത്തുന്ന വണ്ടി കയറി എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഒരു വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ വെച്ച് ഒരു 4 വർഷം മുമ്പ് സ്റ്റേഷനിലോട്ട് പോട്ടെ വണ്ടി. ഞാൻ താരാ, ഞാൻ പോലീസിലാണെന്ന് അയാൾക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ SI എവിടെ, നിങ്ങളുടെ പോലീസുകാരെവിടെ? അവരാരും ഇല്ല. ഞാൻ പിന്നെ എൻ്റെ കാർഡ് എടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഈ പരിപാടി നിങ്ങൾ നിർത്തണം. ഞാൻ വണ്ടി പാർക്ക് ചെയ്തതിനാണ്, പക്ഷെ ഞാൻ നോക്കിയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. നമ്മൾ ടാക്സ് കൊടുത്തല്ലേ നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുന്നത്. ഇത് പൊത്തരിക്കണ്ടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് നമുക്ക് കേശവസ്ഥലത്ത് പോയി സാധനം വാങ്ങിക്കാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യമില്ല. വണ്ടി മേടിക്കുന്നത്, വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം എത്ര പൈസയാണ് നമ്മൾ അല്ലാതെ മുടക്കുന്നത്. അപ്പം ഈ ട്രാഫിക് പോലീസിനൊക്കെ നമ്മളോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞാണ്, ഈ സ്റ്റൈൽ പ്ലസിൻ്റെ ഫ്രണ്ടിൽ എന്താ പാർക്കിങ്ങിന് വെച്ചിരിക്കുന്നത് 2 സൈഡിൽ. അതുതന്നെ കുറവങ്കോണത്ത് 2 സൈഡിലും വണ്ടി പാർക്കിംഗ് ഉണ്ടല്ലോ. അത് വേറെയാണ് അതിൻ്റെ സംഗതി. നമ്മൾ നേരത്തെ പറഞ്ഞ അത് ഞാൻ സബ് ഇൻസ്പെക്ടർ ആയിരിക്കണ കാലം തൊട്ടുള്ള കറപ്ഷനാണ്. കൊമേഴ്സ്യൽ ഏരിയ ഉണ്ടോ? കൊമേഴ്സ്യൽ ഏരിയ ഉണ്ടല്ല, മാസപ്പടി കൊടുക്കുന്നു. അത് എനിക്കറിയാം, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഈവൻ റിട്ടയർ ചെയ്ത ശേഷം ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തി. ആരാണ് ഇവിടുത്തെ AC എന്ന് ഞാൻ അന്വേഷിച്ച അദ്ദേഹമല്ല, ഇപ്പം വേറൊരു AC ആയിരുന്നു, പിരിവിൻ്റെ ആളായിരുന്നു. ഈ കമ്മീഷണർ അവരൊക്കെ ഉണ്ട്, അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെച്ചത്, നിങ്ങളെ സ്വന്തം വണ്ടിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകണം ഈ ബിസി അവറിൽ. എങ്ങനെയാണ് അത് പോലീസ് വർക്കാണ്, എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ അതിന് ഋഷിരാജ് സിംഗ് വീണ്ടും വരേണ്ടി വരും. ഋഷിരാജ് സിംഗ് ഒന്നും വരേണ്ട കാര്യമില്ല. അദ്ദേഹത്തെക്കാളും മിടുമിടുക്കനായ ഓഫീസേഴ്സ് ഇപ്പം നമ്മുടെ സർവീസിലുണ്ട്. പക്ഷെ അവർ ആക്ട് ചെയ്യാത്തത് ജനകീയമാകുന്നില്ല. അത് ശരിയാണ്. അത് അവർ ആക്ട് ചെയ്യാത്തത് ഈ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ്. അവർ ഈ AC കാറിൻ്റെ സുഖത്തിൽ ഇങ്ങനെ അവർ കമ്മീഷണറാണ്, കമ്മീഷണർ കുറ്റം പറയുന്നില്ല. ഇപ്പം അവരുടെ ഡെസിഗ്നേറ്റർ ഓഫീസിൽ നിന്നും അവർ AC മുറിയിൽ നിന്ന് AC കാറിൽ കയറുന്നു, സെക്രട്ടേറിയറ്റിലോ സെക്രട്ടേറിയറ്റിൽ നിന്നും വരും. അതെ, അല്ലെ പോയിന്റ് ഓഫ് അത് ഈ നാഗരാജ് സാറും മറ്റേ രാജൻ സിംഗ് സാറും വേറെ ആരും വരും. ആകപ്പാട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ ഇഷ്യൂ നടക്കുമ്പോഴാണ് ഇവരവിടെ വന്നാലായി, വന്നില്ലെങ്കിലായി. പിന്നെ നമുക്കിത് മെച്ചപ്പെടുത്താനായിട്ട് പിന്നെ വേറൊരു കാര്യം, ഈ പാറമടയുടെ കാര്യം ഞാൻ പറഞ്ഞു സാർ, അതാ ഞാൻ പറഞ്ഞു തന്നത്. ഈ നമ്മൾ ഇന്ന് കാസർഗോഡ് നമ്മുടെ കൊട്ടാരക്കര അപകടം ഉണ്ടാക്കിയ ആ വാഹനം ഡ്രൈവർ ഗൾഫിൽ നിന്ന് 1 മാസമേ ആവുന്നുള്ളൂ. ഹെവി ലൈസൻസ് ഇല്ല. അല്ല, അത് നമ്മള് വണ്ടി ടോട്ടലി അൺഫിറ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ, ഈ വണ്ടി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. റോഡിൽ കൊട്ടാരക്കര ജംഗ്ഷനിൽ കൂടെ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ട്രാഫിക് സാർ, ഇന്ന് സിവിൽ പോലീസ് ഓഫീസർക്ക് അയാൾക്കൊരു സെൻസ് ഇല്ലേ? ഈ വണ്ടിക്ക് ഒന്നും ഇല്ലേ? അയാൾ പാവപ്പെട്ട, അയാൾ എന്ത് ചെയ്യും? അതാണ് അയാൾക്ക് വണ്ടി പിടിച്ചാൽ ഒരാളുടെ വണ്ടി ആയിരിക്കില്ല. അതൊന്ന് 2 പിടിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ DYSP ആ പോലീസുകാരനെ പറപ്പിക്കും. അയാൾക്ക് പിള്ളേരെ വളർത്തണ്ടേ? അപ്പം ഇതൊരു എല്ലാം കൂടെ ചേർന്നുള്ളതാണ്. പിന്നെ ഇപ്പം ട്രാഫിക്കിൻ്റെ മറ്റേ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഹെഡ് നാഗരാജ് സാർ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ട് എഫക്റ്റീവ് ആകുന്നില്ല, താഴോട്ട് ആകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആൾ. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ ഞാൻ ഇഷ്യൂ എന്താണെന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഇന്ത്യ മുഴുക്കെ ശ്രദ്ധിച്ച് 2 IPS ഓഫീസർമാർ തമ്മിൽ ഉടക്കിയൊരു വിഷയമുണ്ട്. ഞാൻ ആരെന്നും നമുക്ക് പേര് പറയണ്ട. അതിൽ ആ സീനിയർ ഓഫീസർക്ക് ഒരുപാട് ക്വാറിയുണ്ട്. ജസ്റ്റ് ഇമാജിൻ. അത് ആ ക്വാറി വിഷയമായിരുന്നു മറ്റേ പോലീസ് ഓഫീസറുമായിട്ടുള്ള വന്നത്. അപ്പം എനിക്ക് ആ ഡിസ്ട്രിക്റ്റിലേക്ക് പോസ്റ്റിംഗ് വന്നു. ഞാൻ ഈ രമേശ് ചെന്നിത്തല സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ ലീവ് എടുക്കും, ഞാനവിടെ പോയില്ല. കൊല്ലത്തേക്കാണ് അല്ലേ, നമ്മൾ ഡിസ്ട്രിക്റ്റ് പറയണ്ട. ഡിസ്ട്രിക്റ്റ് പറഞ്ഞാൽ പിന്നെ മറ്റേ ആളുടെ ഇത് വെളി വരും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പോയില്ല. എന്താ കാര്യം? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇന്നാണ് കാര്യം. ഞാൻ സാറിന് ശത്രുവാകും. ഇപ്പം നല്ല ടൈംസിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കിത് അനുവദിക്കാൻ പറ്റില്ല. ഈ മറ്റേ പോലീസ് ഓഫീസറിന് പറ്റിയ അതേ അനുഭവം എനിക്കും വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസ് എല്ലാം എന്ന് പറയും, സാറേ നിങ്ങൾ എന്തോന്ന് ആഭ്യന്തരമന്ത്രി, ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ടേ, അവൻ ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നാണ്, മറ്റേ ആൾ ഇത്ര രൂപ തന്ന. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഇത്. അപ്പോൾ ഈ ടിപ്പർ ലോറിയും ഈ ഇങ്ങനെയൊക്കെ ലഗാനും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരൊക്കെ പിടിക്കാൻ ട്രാഫിക് പോലീസ് ഓരോ ദിവസം ഓരോരുത്തർക്ക് വേണ്ടി നീക്കി വയ്ക്കണം. പിന്നെ
ഇത് ഞാൻ ബെഹ്റ സാർ ഇരുന്ന സമയത്ത് അന്നത്തെ ഹോം മിനിസ്റ്റർ ഇതേ ഹോം മിനിസ്റ്റർ ആയിരുന്നു. പക്ഷേ ഹോം മിനിസ്റ്ററുടെ മുമ്പ് എത്തില്ല. ഡാഷ്ബോർഡ് ക്യാമറ, കാറിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഡാഷ്ബോർഡ് ക്യാമറ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങ് പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് അങ്ങ് പോയില്ല. വളരെ ചീപ്പാണ് ഡാഷ്ബോർഡ്. ഈ കിടന്ന അടിപിടിയൊന്നും കൂടെ ഡാഷ്ബോർഡ് ക്യാമറ ആഴ്ചയൊരിക്കൽ കൺട്രോൾ റൂമിൽ നിന്ന് നമ്മൾ ഇതെടുക്കുക. ഈ പ്രൈവറ്റ് വെഹിക്കിൾസ് ആണോ പോലീസ് വെഹിക്കിൾസ്? പോലീസ് വെഹിക്കിളിൽ, പ്രൈവറ്റ് വെഹിക്കിളിലും വെക്കാം. വെളിയിൽ ദുബായിലൊക്കെ പ്രൈവറ്റ് വെഹിക്കിളിൽ വെക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. പോലീസ് വെഹിക്കിളിൽ ഇവരുമായിട്ടും തർക്കിക്കണ്ട, എന്നിട്ട് ഇവരെ വിളിച്ച് കാണിക്കുക, നിങ്ങൾ ചെയ്ത ഇതാണ്, അടുത്ത പ്രാവശ്യം യു വിൽ ബി ഫൈൻഡ്. പിന്നെ നമുക്കിവിടെ ക്യാമറ എല്ലാം പോയി കിടക്കുകയാണ്. അഥവാ ക്യാമറ വെച്ചാൽ, ഞാൻ പോലീസ് അക്കോട്ട് തരുന്നുണ്ട് അറിയാം, കെൽട്രോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ ക്യാമറ അയപ്പിക്കാൻ പാടില്ല. അഴിമതിയുടെ കൂത്തരങ്ങാണ്. ഡീലേഴ്സാണ്, അല്ല അവര് മാനുഫാക്ചർ അല്ല, അവര് ഇതാണ് ബ്രോക്കേഴ്സാണ്, കൈക്കൂലിയുടെ ബ്രോക്കർമാരാണ്. ഒരുപാട് കാര്യങ്ങൾ അത് തന്നെ നമ്മൾ 2 എപ്പിസോഡ് ചെയ്യേണ്ടി വരും. എനിക്കറിയാവുന്ന കാര്യം. നമ്മുടെ ഒരു മുൻ IG ഇപ്പൊ അദ്ദേഹം പ്രൊമോഷൻ കിട്ടി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അഴിമതി കേസിൽ പോയി വീണുപോയതും മനസ്സിലായി. ഈ കെൽട്രോണും ബാംഗ്ലൂരും വീണില്ല. അതിലേക്ക് ചെന്ന് അദ്ദേഹം ആരോപണത്തിൽ പെട്ടു. പുള്ളി അങ്ങോട്ട് ചോദിക്കും. അങ്ങനെയാണ് ഉണ്ടായി. അതുപോലെ എല്ലായിടത്തും നമ്മൾ ക്യാമറ വയ്ക്കുക. അത് ക്യാമറ വയ്ക്കുമ്പം ദയവ് ചെയ്ത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് AMC അതും കൂടെ വയ്ക്കണം. ഇത് മാത്രമല്ല, 6 മാസം 8 മാസം കഴിഞ്ഞ് ഇത് പോയി. ഇതിൻ്റെ പൈസയും കൈക്കൂലിയും എല്ലാം വാങ്ങിച്ച് പോക്കറ്റ് ഇടും. ഇപ്പം ട്രിവാൻഡ്രം സിറ്റിയിൽ ക്യാമറ ഇല്ല ഒരിടത്തും. ട്രിവാൻഡ്രം സിറ്റിയിലും റൂറലിലും സ്ട്രിക്റ്റായിട്ട് നല്ല ക്വാളിറ്റി ക്യാമറ ഈ കെൽട്രോണിനെ ഏൽപ്പിക്കരുത്, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിനെ ഏൽപ്പിക്കുക. അത് ചെയ്യുക. പിന്നെ പോലീസ് ഓഫീസർ ഈ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട്. ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വെഹിക്കിൾസ്, അതായത് ഈ വാട്ടർ ടാങ്കുകൾ, വലിയ വാട്ടർ ടാങ്കുകൾ, അത് ഹെവി ലോഡാണ്, സാറിന് അറിയാലോ. അതിൻ്റെ വെയിറ്റ് ടൺസ് ആണ് വാട്ടറിൻ്റെ. പിന്നെ ഇതേപോലെ സാറ് പറഞ്ഞതുപോലെ വലിയ ടോറസുകൾ എല്ലാം കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് രാവിലെ തന്നെ ക്വാറിയിൽ പോയി ഒരു ക്യൂ നിന്നിട്ട് അവിടുന്ന് ചല്ലി, എംസാൻഡ്, പാറപ്പൊടി, വലിയ പാറകൾ, ഇതെല്ലാം അവരിങ്ങനെ സിറ്റിയുടെ പല ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അല്ല, പിന്നെ വിഴിഞ്ഞം അവിടെയുണ്ട്. അതൊക്കെ അത്യാവശ്യമാണ്, ചെയ്യട്ടെ. പക്ഷേ റെഗുലേറ്റ് ചെയ്യണം. സ്കൂൾ ടൈമിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അത് വയലേറ്റ് ചെയ്യണം, അതിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് നിയമസഭയിൽ നിയമം പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് നിയമം പാസ്സാക്കിയിട്ടില്ല അവന്മാരൊന്നും പിടിക്കാൻ. അതാണ് അതിനകത്തുള്ള കാര്യം. ഈ കേസ് രാജേഷ്, യു മാർക്ക് മൈ വേർഡ്സ്, ഈ കേസ് 1500 രൂപ 2500 രൂപ പെറ്റി അടച്ചിട്ട് പോടേന്ന് പറയും. അല്ലാതെ മജിസ്ട്രേറ്റ് പിന്നെ എന്തോന്ന് ചെയ്യാൻ? നമുക്ക് വളരെ വീക്ക് നിയമങ്ങളാണ്. ഈ 3 കുട്ടികൾ മരണപ്പെട്ടു. ഒരു കുട്ടിയും ഒരു അധ്യാപകനും, അതെ, പിന്നെ ഒരു KSRTC ജീവനക്കാരനും. ഒരു കുട്ടി വെന്റിലേറ്ററിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അത് ഉള്ളതുകൊണ്ട്, ആ സംഗതി ഉള്ളതുകൊണ്ട് ഇത് മാത്രം നടക്കില്ല. ചെറിയ ശിക്ഷ എന്തെങ്കിലും കിട്ടും. അങ്ങനെ വലിയതായിട്ടൊന്നും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊക്കെ അല്ല, അതപ്പോൾ ആ നിയമമേ മാറ്റണം. നമ്മുടെ നിയമസഭയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുമായിട്ട് ക്ലാഷ് വരാത്ത രീതിയിൽ നമ്മൾ നിയമസഭയിൽ നിയമം മാറ്റണം. ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ഹെഫ്റ്റി ഫൈൻ അടിക്കണം. ഇതിപ്പോ പേടിയില്ല, ജാമ്യത്തിൽ വിടും. ജാമ്യത്തിൽ വിടും. ഗൾഫിലേക്ക് അപ്പർ റിമാൻഡ്. അതെ, അവൻ്റെ പുറകിൽ വേറെ ഏതെങ്കിലും വലിയ മുതലാളിയുടെ വണ്ടിയായിരിക്കും. പിന്നെ ഈ വണ്ടി ഓടി വരുന്ന കാണുമ്പോഴേ നമുക്ക് പേടിയാവും, ഇതെങ്ങനെ ഓടുന്നു. അത് ടിപ്പർ. പിന്നെ എനിക്കറിയാവുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ, ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് കാണും. ഒരു ഡിസ്ട്രിക്റ്റിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അവിടുത്തെ DYSPമാർ, CAമാർ, SIമാരും ഈ മണ്ണ് കൊണ്ടുവന്ന ലോറിയിൽ നിന്ന് മാസപ്പടി വാങ്ങിക്കും. ട്രിവാൻഡ്രത്ത് കാണുമായിരിക്കും, ഐ ഡോണ്ട് നോ. ആ ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല, അതെനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ വാങ്ങിക്കുന്നതിൻ്റെ ഇതൊക്കെ. യെസ്. അപ്പോൾ ഇത് എല്ലാവരും കൂടെ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇത് ആഭ്യന്തരമന്ത്രിയും CMഉം എല്ലാവരും വിചാരിക്കും. നമ്മൾ സാർ അവസാനമായിട്ട് പറയേണ്ടത്, നമ്മൾ തീരുമാനിക്കേണ്ടത് കുട്ടികളുടെ ഭാവി സേവ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തൂഫാൻ വേണമോ, അവിടെ ജീവൻ സേവ് ചെയ്യാൻ റോഡിൽ സെക്യൂരിറ്റി ക്ലിയർ ആക്കണമോ? അത് പാർഷ്യലി ഞാൻ യോജിക്കുന്നു. കാരണം ഇത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനും ഇതിനകത്ത് പെട്ടു, കുട്ടി മാത്രമല്ല, രണ്ടുപേരും. ഇത് ടാക്സ് പേയിങ് സിറ്റി. ഇന്നിപ്പോൾ വേറൊരു ഇതുണ്ട്, ആംബുലൻസ് നേരെ അപ്പുറത്തുനിന്ന് തിരിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന ഒരാളെ മലബാറിലെവിടെ ഇടിക്കാൻ പോകുന്നു, അയാൾ ഓടി രക്ഷപ്പെട്ടു. ഇത് മ്യൂസിയത്ത് എൻ്റെ ബാച്ചിലെ ഒരു CA അപ്പുറത്തുനിന്ന് ഒരു വണ്ടി, കാറ് ഇപ്പുറത്ത് ഫുട്പാത്തിൽ കൂടെ നടന്നുകൊണ്ടിരുന്നേ, ചാടി ഇപ്പുറത്ത് വന്ന് ഫുട്പാത്തും കിടന്ന് ഇയാളെ ഇടിച്ചു. ആ CA കൊല്ലപ്പെട്ടു. കാസർഗോഡ് 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥയാണല്ലേ, രണ്ടുപേരും കാലം മുറിക്കേണ്ടി വന്നു. എന്തായാലും നമുക്ക് അവസരമായി പറയാനുള്ളത്,
ഇത്തരം ഒരു അപകടം, ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതർക്ക് ഇതൊരു ഭരണ നേതൃത്വം അതെ. സീരിയസ് ആയിട്ട് എടുക്കണം. അതെ, അല്ല എല്ലാ തവണ ഇങ്ങനെയാണ്. ആ. ഇത് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അവരിതിനെ ഒരു ഇത് അനുഭവമാക്കി എടുത്ത് അല്ല, action വരും. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്തോട്ടെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ നമ്മുടെ ഏഷ്യാനെറ്റ് മാധ്യമങ്ങൾ, മറ്റേ പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ആ ചാനലുകാർ ഞാനിപ്പോൾ പറഞ്ഞ പോലീസുകാരുടെ ജോലി അവർക്കും ചെയ്യാം. അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അവർ ഓരോ ദിവസം ഇവരുടെ പുറകെ ക്യാമറയായിട്ട് പോവുക. സമയമില്ല സർ, പൊളിറ്റിക്കൽ സ്റ്റോറീസ് ആണ് അവരെല്ലാം പോയിന്റ് പോയാൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ്. അവർക്കെല്ലാം പൊളിറ്റിക്കൽ സ്റ്റോറീസ്. എന്തായാലും മറ്റ് ചാനലുകളെങ്കിലും ദൃശ്യമാധ്യമങ്ങളെങ്കിലും ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും പോലീസിന്റെ ജോലി അവർ ചെയ്യുക. അതെ, കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു തിരുത്തൽ ശക്തിയായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. വന്ദേ മാതരം.